ഹേ ഗായ്സ്, ഐ ആം നാസ്ല നാസ്രുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നേരെ തറവാട്ടിലേക്ക് വന്നു, അതെ ലുലുവിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലുലുവിൽ എപ്പം വന്നാലും, ട്രിവാൻഡ്രം ലുലുവിൽ എപ്പം വന്നാലും അതിന് നേരെ ഓപ്പോസിറ്റ് കേരള ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യലായ പൊതി ബിരിയാണി, പൊതിച്ചോറ്, അതുപോലെ തന്നെ ക്രാബ് റോസ്റ്റ്, പിന്നെ നല്ല എരിവൊക്കെയുള്ള നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള എല്ലാം നല്ല സ്പൈസി ആണ് കേട്ടോ. എന്നാലും സ്പെഷ്യൽ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ട്, അതും മേടിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ സജഷൻ കേട്ടത് നഷ്ടമായില്ല, അത്രയ്ക്ക് ഉഗ്രൻ ഫുഡായിരുന്നു. എരിവ് മാറ്റാൻ ഒരു ചോക്ലേറ്റ് ഷേക്കും ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി കഴിക്കേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചതാ ലുലുലോട്ട് തന്നെ വന്നു. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മി അങ്ങോട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കറങ്ങായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ വന്ന ദിവസം. അപ്പം ഞാൻ ഈ ഇന്ത്യൻ സ്വീറ്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ കണ്ടു. ചോക്ലേറ്റിന്റെ വീക്ക്നെസ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ഫൗണ്ടൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നുപോയി. എന്നിട്ട് നോക്കിയപ്പോൾ നല്ല ബ്രൗണീസ് ഇങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഒരു 5 ബ്രൗണീസ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഒരു പീസിന് 20 റുപ്പീസ് വെച്ചിട്ടാണ്. അപ്പം ഞാനൊരു 5 ബ്രൗണീസ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇന്ന് ഓൾറെഡി കുറേ ചോക്ലേറ്റ്സ് കഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഷേക്ക് ആയിട്ടും ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ടും പിന്നെ വരുന്ന വഴിക്ക് അല്ലാതെ ചോക്ലേറ്റ്സ് അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഇത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയിട്ട് വീണ്ടും ഞാൻ മേടിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഞാൻ വിചാരിക്കും ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കരുത്, കൺട്രോൾ ചെയ്യണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോകും. അപ്പം എന്നെ പോലെയുള്ളവരുണ്ടെങ്കിൽ എന്തായാലും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൗണീസ് ഒക്കെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഇതാ പാക്ക് ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് തരാണ്. അപ്പം എനിക്കിങ്ങനെ കയ്യിൽ കിട്ടിക്കോളാൻ വയ്യ. ഞാൻ ഇങ്ങനെ എൻ്റെ ക്ഷമ നശിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ദാ ബില്ല് ചെയ്തു. ഞാൻ കണ്ടു എൻ്റെ ആക്രാന്തം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ആ ഒരു ഷോട്ടിൽ നിന്ന്. അപ്പോൾ ദാ എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനത് അങ്ങനെ അങ്ങ് ട്രൈ ചെയ്തു. അപ്പോൾ അതിലൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സ്റ്റിക്കിനകത്ത് നിന്ന് ഇങ്ങനെ കോരിക്കൊക്കെയാണ് കഴിച്ചത്. പക്ഷെ അങ്ങോട്ട് മര്യാദയ്ക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് എങ്ങനെ തന്നാലും എനിക്കിഷ്ടമാണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നൊരിക്കലും പറയത്തില്ല. എങ്ങനെ തന്നാലും ചോക്ലേറ്റ്സ് ഞാൻ അത്രയും കഴിക്കുന്ന ഒരാളാണ്. ക്ഷമ നശിച്ചിട്ട് കയ്യൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഞാൻ മമ്മിക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്നെപ്പോലെ മമ്മി ഒരു ചോക്ലേറ്റ് ലവർ ഒന്നുമല്ല. പക്ഷെ മമ്മിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് മമ്മി വീണ്ടും ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറേ പ്രഹസനങ്ങളൊക്കെ കാണിക്കുകയാണ്. കൂടുതലും ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ആവാറാണ് പതിവ്. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വിടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരാൻ നേരത്തെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് സൈനിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ എപ്പം ട്രിവാൻഡ്രത്ത് പോയാലും തിരിച്ചു വരുമ്പോഴും അവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാതെ പോകത്തില്ല. അത്രയും നല്ല ചായയാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ കടന്നു പോയത്. ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇനിയും നമുക്ക് കാണാം. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.